ഒരു വെറൈറ്റി അടുപ്പിനെ പരിചയപ്പെടുത്തിയാണ്. ഇത് കണ്ടാൽ നമ്മളെ നോർമൽ ഗ്യാസ് സ്റ്റൗവിനെ പോലെ നിൽക്കും. പക്ഷേ ഗ്യാസൊന്നുമല്ല പ്രവർത്തിക്കുന്നത്. ചെറിയൊരു കറണ്ട് ആവശ്യമുണ്ട്. ചെറിയ കറണ്ട് വരുമ്പം നമ്മുടെ മൊബൈൽ ബാറ്ററി വെച്ച് പ്രവർത്തിക്കാൻ പറ്റും. കാരണം ഇതിൽ ചെറിയൊരു 9 വാട്ട് മോട്ടർ വെച്ചാണ് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മളെ ഊതുന്നതിന് പകരം മോട്ടറാണ് ഇതിലേക്ക് എയർ സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തീ നല്ലപോലെ കത്തി പിടിക്കും. വിറകിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറിയ 2 വിറകുകളുണ്ടാകും. ഉള്ള വിറക് എഫക്റ്റീവായിട്ട് ഓക്സിജൻ എത്തുന്നത് കൊണ്ട് നല്ല രീതിയിൽ തീ കത്തി പിടിക്കും. പൊതുവെ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള അടുപ്പിൽ നമുക്കുണ്ടാകുന്ന ഒരു ഡിസ്കംഫർട്ടായി തോന്നാറുള്ളത് ഇത് ഊരി തീ പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതൊരു കമ്പനിയാണ് ഇറക്കുന്നത്. അതിൻ്റെ പേരാണ് നാർ. നാർ എന്ന് പറഞ്ഞാൽ അറബിയിൽ തീ എന്നാണ്. ഏത് അടിസ്ഥാനത്തിലാണ് പേരിട്ടെന്നറിയില്ല. നരകം തീ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ വളരെ ഉപകാരപ്രദമാണ്. 5 ദിവസത്തെ ഉപയോഗത്തിന് ശേഷമുള്ള ഫീഡ്ബാക്ക് വീഡിയോ ആണ്. കറണ്ട് നമ്മൾ ബാറ്ററി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചാർജ് ചെയ്തിട്ടാൽ മതി. ഒറ്റ ചാർജിന് 4-5 ദിവസമൊക്കെ കിട്ടുന്നു. എപ്പോഴും ഈ പിന്നെ ഓണാക്കിക്കൊണ്ടിരിക്കണമെന്നില്ല. ഇത് 0-യിലേക്ക് ഇടാം. 0-യിലേക്ക് ഇട്ടാൽ എയർ ഉണ്ടാവില്ല എന്നുള്ളൂ. ഇപ്പം നമ്മുടെ പാചകം കഴിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം പുതിയ കറികളൊന്നും വെച്ചിട്ടില്ല. നമ്മൾ തീ കത്താൻ വേണ്ടി മാത്രം എന്ത് ചെയ്താൽ 1-ലേക്ക് ഇട്ടുള്ളത്. 1-ലേക്ക് ഇട്ട് തിരിച്ചു കഴിഞ്ഞാൽ ആണെങ്കിൽ ഒരു ഓൽക്കൊടി ഓലിൻ്റെ ഉണ്ടാവും. നമ്മൾ ഊതൻ്റെ ഒന്നും ആവശ്യമില്ല. തീ കത്തി നമുക്ക് വേണമെങ്കിൽ എന്താ ചെയ്യുക, ഇത് 0-യിലേക്ക് തന്നെ മാറ്റാം. തീ പിടിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ 3 സ്പീഡുണ്ട്. 1, 2, 3. ഈ മോട്ടറിൻ്റെ സ്പീഡാണ്. നമുക്ക് അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യാം. അപ്പം മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഈ അടുപ്പിൻ്റെ ഒക്കെ മെയിനായിട്ട് വരുന്ന ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ തീ പിടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് തീ പിടിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിൽ ആ പ്രയാസമില്ല. ഓലപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീ പിടിപ്പിക്കാൻ പറ്റും. പിന്നെ ഇതിൽ മോട്ടറാണ് പ്രവർത്തിക്കുന്നത് പറഞ്ഞല്ലോ. അപ്പം ഇതുവഴിയാണ് ഇതാണ് നമ്മുടെ മോട്ടർ. ചെറിയ മോട്ടറുണ്ടോ, ഇതിനല്ലേ കറണ്ട് ആവശ്യമില്ല. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിലൂടെ എയർ വന്നിട്ട് നമ്മുടെ അടുപ്പിനുള്ളിലേക്ക് പോകും. ഇത് ക്ലോസ് ചെയ്തിടണം. ഇത് നമ്മളെ ചെറിയ വിറകുണ്ടാവും, വെണ്ണീരൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിടണം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ. ശേഷം നമുക്ക് ആവശ്യമുള്ളത് അത് ഓപ്പൺ ആക്കിയാൽ ചാരം പുറത്തളയാൻ പറ്റും. വളരെ എളുപ്പമാണ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടപ്പോൾ ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റാൻ പറ്റും. ഇതിവിടെ നമുക്ക് ഒരു ഐഡിയക്ക് ഫിറ്റ് ചെയ്യാം. ഞാനിവിടെ സ്റ്റീൽ കമ്പി പിന്നെ ചുമരിലേക്ക് തറച്ചിട്ടാണ് ഫിറ്റ് ചെയ്തിട്ട് വരില്ല. അതിന് വെക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ പൊന്തിക്കാം. എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ വയർ ഊരി കഴിഞ്ഞാൽ ചാർജ് ആയി കഴിഞ്ഞാൽ നമുക്ക് 3-4 ദിവസം ഉപയോഗിക്കാൻ കാണാമല്ലോ. നമുക്ക് വേണ്ട ആവശ്യ സ്ഥലത്തേക്ക് മാറ്റി വെച്ച് ഉപയോഗിക്കാം. അതുപോലെ ഇതാണ് നമ്മളെ ബാറ്ററി ബോക്സ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മളെ ബാറ്ററികൾ. അതായത് സിമ്പിൾ. പിന്നെ എന്താണ്, മാനുഫാക്ചറിങ് ആണ്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാമ്പിനൊക്കെ പോകുമ്പോൾ ഇത് നമുക്ക് ആവശ്യം എടുത്ത് കൊണ്ടുപോകാൻ പറ്റും. 3-4 ദിവസമൊക്കെ നമുക്ക് ഇന്ധനമൊന്നും കൊണ്ടുപോകാൻ തന്നെ അത്യാവശ്യഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇന്ധനമായിട്ട് നമുക്ക് 2 വിറകിൻ്റെ എക്സ്ട്രാ ഉണ്ടായാൽ മതി. വളരെ എളുപ്പത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓലപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീ പിടിപ്പിക്കാൻ പറ്റും. യൂസ് ചെയ്തതിന് ശേഷം എല്ലാവരും നല്ല ഫീഡ്ബാക്കാണ് അറിയിച്ചത്. അപ്പം ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാം, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഇതൊരു മാർക്കറ്റിംഗ് വീഡിയോ അല്ല.